ആൻഡ് വെൽക്കം ടു വണ്ടി അനലിസ്റ്റ്. പുതിയ വാഹനങ്ങൾ വാങ്ങുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ് ഒരു വാഹനത്തിൻ്റെ ഏത് വേരിയൻറ്റ് സെലക്ട് ചെയ്യണം എന്നുള്ളത്. വണ്ടി അനലിസ്റ്റിലൂടെ ഞങ്ങൾ നിങ്ങളുടെ ഈ കൺഫ്യൂഷനായിട്ടാണ് ശ്രമിക്കുന്നത്. ഇഫ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഇൻഫോർമേറ്റീവ് ആൻഡ് ഹെൽപ്ഫുൾ, പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ, like the video, share our videos with your friends and family. So let's get started. Nissan Magnite 2021 വൺ ഓഫ് ദ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സബ് 4 മീറ്റർ SUV ആണ്. നിങ്ങൾ ഒരു നിസാൻ മാഗ്നൈറ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ബഡ്ജറ്റിൻ്റെയും റിക്വയർമെൻറ്റിൻ്റെ അനുസരിച്ചുള്ള ഒരു വേരിയൻറ്റ് സെലക്ട് ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. സോ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. നമുക്ക് വാഹനത്തിൻ്റെ ബേസിക് ഇൻഫർമേഷനിലേക്ക് പോകാം. ലൈക്ക് ദ പ്രൈസ്, എൻജിൻ സ്പെസിഫിക്കേഷൻ ആൻഡ് ഡയമെൻഷൻസ്. അപ്ഡേറ്റഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ എൻട്രി ലെവൽ വേരിയൻ്റായ എക്സിക്ക് 5,49,000 രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ്. 50,000 രൂപ ഡിഫറൻസാണ് 2021 ഉണ്ടായിരിക്കുന്നത്. എക്സൽ വേരിയൻ്റ് ഒഴികെയുള്ള എല്ലാ വേരിയൻറ്റുകൾക്കും പ്രൈസ് ഡിഫറൻസ് 2021 ഉണ്ടായിട്ടുണ്ട്. ആ പ്രൈസ് ഡിഫറൻസ് നിങ്ങൾക്ക് ഈ ടേബിളിൽ കാണാവുന്നതാണ്. ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത് എക്സ് ഷോറൂം പ്രൈസാണ്. ഈ ടേബിളിൽ നിസാൻ മാഗ്നൈറ്റിൻ്റെ 1 ലിറ്റർ മാനുവൽ ട്രാൻസ്മിഷൻ ആൻഡ് 1 ലിറ്റർ ടെർബോ മാനുവൽ ട്രാൻസ്മിഷൻ്റെ കറസ്പോണ്ടിങ് വേരിയൻസിൻ്റെ പ്രൈസ് ഡിഫറൻസ് ആണ്. എക്സി വേരിയൻ്റ്, അതായത് എൻട്രി ലെവൽ വേരിയൻറ്റിൽ ടെർബോ എൻജിൻ വരുന്നില്ല. ഇവിടെ 1,20,000 മുതൽ 1,30,000 വരെയുള്ള പ്രൈസ് ഡിഫറൻസ് ആണ് ഓരോ വേരിയൻറ്റിനും ഉണ്ടായിരിക്കുന്നത്. 2021 പ്രൈസ് ഡിഫറൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ 1 ലിറ്റർ ടെർബോ മാനുവൽ ആൻഡ് 1 ലിറ്റർ CVTക്ക് 90,000 രൂപ ഡിഫറൻസ് ആണ് എല്ലാ വേരിയൻറ്റിലും ഉണ്ടായിരിക്കുന്നത്. ബേസ് വേരിയൻ്റ് വെച്ച് ബാക്കി എല്ലാ വേരിയൻറ്റിലും ടെർബോ മാനുവൽ ആൻഡ് ടെർബോ CVTയുടെ ഓപ്ഷൻ ഉണ്ട്. നിസാൻ മാഗ്നൈറ്റിൻ്റെ 1 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ 72 PS മാക്സിമം പവറും 96 Nm പീക്ക് ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ സെഗ്മെൻറ്റിലെ മറ്റ് കാറുകളെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിസാൻ മാഗ്നൈറ്റിൻ്റെ 1 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവറും ആൻഡ് പവർ ടു വെയിറ്റ് റേഷ്യോ കമ്പാരിറ്റീവ്ലി കുറവാണ്. അതുപോലെ ഇതൊരു 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. ഇതിൻ്റെ ക്ലെയിംഡ് ഫ്യൂൽ എഫിഷ്യൻസി ബെസ്റ്റ് ഇൻ ക്ലാസ് ആണ്. നിസാൻ മാഗ്നൈറ്റിൽ ഒരു 1 ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിൻ്റെ ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. 100 PS മാക്സിമം പവറും 160 Nm പീക്ക് ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനാണിത്. B2 SUV സെഗ്മെൻറ്റിലെ മറ്റു ടെർബോ പെട്രോൾ എഞ്ചിൻ വരുന്ന വാഹനങ്ങളെ കമ്പയർ ചെയ്ത് നോക്കണമെങ്കിൽ ഒരു കമ്പയറബിൾ ആയിട്ടുള്ള പവർ ഔട്ട്പുട്ടും പവർ ടു വെയിറ്റ് റേഷ്യോ ആണ് നിസാൻ മാഗ്നൈറ്റ് നൽകുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ടോക്ക് ടു വെയിറ്റ് റേഷ്യോ എന്നത് ബെസ്റ്റാണ്. 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഹയസ്റ്റ് ഇൻ ക്ലാസ് ഫ്യൂൽ എഫിഷ്യൻസിയാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. 20 km/ലിറ്റർ. മാഗ്നൈറ്റിൻ്റെ ടെർബോ പെട്രോൾ വേരിയൻ്റെ കൂടെ CVT അഥവാ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ്റെ ഓപ്ഷൻ കൂടി നിസാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിസാൻ മാഗ്നൈറ്റിൻ്റെ CVT കൺസിഡർ ചെയ്യണമെങ്കിൽ മറ്റ് കോമ്പറ്റേറ്റീവ് കാറുകൾ കമ്പയർ ചെയ്ത് നോക്കണമെങ്കിൽ ഇതിൻ്റെ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലെസ്സറാണ്. അതുപോലെ തന്നെ ക്ലെയിംഡ് ഫ്യൂൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് 17.7 km/ലിറ്റർ ആണ്. സബ് 4 മീറ്റർ SUV കാറ്റഗറി ആയതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ കുറച്ചും കൂടെ പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻ ചൂസ് ചെയ്യാൻ നോക്കുക. സോ ഐ സജസ്റ്റ് യു ഗോ ഫോർ ടെർബോ പെട്രോൾ എഞ്ചിൻ. മാഗ്നൈറ്റ് ഒരു B2 സെഗ്മെൻറ്റ് SUV ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത് അറൗണ്ട് 4 മീറ്റർ ആണ്. നമ്മൾ വിഡ്ത്ത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ സെഗ്മെൻറ്റിലെ ഇക്കോ സ്പോർട്ടിനോട് സിമിലർ ആണ് ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. എന്നാൽ WR വൈഡറാണ് നിസാൻ മാഗ്നൈറ്റ്. ഹൈറ്റ് കമ്പയർ ചെയ്യുമ്പോൾ ഈ സെഗ്മെൻറ്റിൽ തന്നെ ഷോർട്ടസ്റ്റ് കാറാണ്. വീൽ ബേസ് നോക്കുകയാണെങ്കിൽ സോണറ്റ്, വെന്യൂ, ബ്രസ, നെക്സൺ എന്നീ കാറുകളുടെ വീൽ ബേസുമായിട്ട് സിമിലറാണ് നിസാൻ മാഗ്നൈറ്റ്. ബൂട്ട് സ്പേസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ബ്രസയേക്കാളും XUV 300 കുറച്ച് ബെറ്ററാണ് നിസാൻ മാഗ്നൈറ്റ്. മാഗ്നൈറ്റിലെ എല്ലാ വേരിയൻ്റൊപ്പവും 16-inch വീൽസാണ് വരുന്നത്. ഇനി നമുക്ക് വേരിയൻറ്റ് വൈസ് ഫീച്ചേഴ്സ് നോക്കാം. നിസാൻ മാഗ്നൈറ്റിൻ്റെ ബേസ് വേരിയൻ്റായ XE എന്ന മോഡലിൽ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ്റെ ഓപ്ഷൻ മാത്രമാണുള്ളത്. അതുപോലെ ഇതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് നോക്കുകയാണെങ്കിൽ 6.49 lakhs ആണ്. ഒരു അപ്രോക്സിമേറ്റ് റേറ്റ് ഇൻ കൊച്ചി ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ അത് 6.42 lakhs ആണ്. ഇതൊരു അപ്രോക്സിമേറ്റ് റേറ്റ് ആണ്. നിങ്ങൾക്ക് മറ്റു വേരിയൻറ്റുകളുടെ ഓൺ റോഡ് പ്രൈസ് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ അവസാനം കൊടുക്കുന്നതായിരിക്കും, നിങ്ങൾ ചെക്ക് ചെയ്യുക. നിസാൻ മാഗ്നൈറ്റിൻ്റെ ബേസ് വേരിയൻ്റായ XEയിൽ സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഫീച്ചേഴ്സ് കൂടാതെ അഡീഷണൽ ആയിട്ട് വരുന്ന ഫീച്ചേഴ്സാണ് റിയർ ഡിഫോഗർ ആൻഡ് വൈപ്പർ, മാനുവൽ ഡേ നൈറ്റ് IRPM. കൂടാതെ ഈ വേരിയൻറ്റിലെ മറ്റ് കീ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ റൂഫ് റെയിൽസ്, ഫ്രണ്ട് ആൻഡ് റിയർ പവർ വിൻഡോസ്, ഫ്രണ്ട് ആൻഡ് റിയർ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് നിസാൻ ഈ വേരിയൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. പല കമ്പനികളുടെയും ടോപ്പ് വേരിയൻറ്റിൽ മാത്രം വരുന്ന പല ഫീച്ചേഴ്സും ഇവിടെ നിസാൻ ബേസ് വേരിയൻ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യണം. ഈ വേരിയൻറ്റിൽ 16-inch വീൽസാണ് വരുന്നത്. കൂടാതെ ബോഡി കളേർഡ് ആയിട്ടുള്ള ബമ്പറും ഡോർ ഹാൻഡിൽസും വരുന്നുണ്ട്. പക്ഷേ ഇതിൽ ORVM എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ്. ഒരു ഗ്ലോസി ബ്ലാക്ക് അല്ല, പ്രതി ബേസിക് പെയിൻലെസ് ORVM.
ഈ ടേബിളിൽ നിസാൻ മാഗ്നൈറ്റ് എക്സ് സി വേരിയൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ് ചെയ്ത് കാണാവുന്നതാണ്. എക്സ് സി വേരിയൻറ്റിലെ മിസ്സിംഗ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഇതിനകത്തൊരു വീൽ കവർ വരുന്നില്ല. അതേപോലെ തന്നെ ഓഡിയോ സിസ്റ്റം വിത്ത് സ്റ്റിയറിംഗ് മൗണ്ടർ കൺട്രോൾസ് ഇല്ല, റിമോട്ട് സെൻട്രൽ ലോക്കിംഗ് ആൻഡ് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ORVMs. ഇത്രയും ഫീച്ചേഴ്സാണ് നമ്മൾ ഈ എക്സ് സി വേരിയൻറ്റിൽ മിസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, മറ്റു കാർ മാനുഫാക്ചേഴ്സ് എന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ ടോപ്പ് വേരിയൻറ്റിൽ മാത്രം കൊടുക്കുന്ന ഫീച്ചേഴ്സായ റിയർ ഡീഫോഗർ ആൻഡ് വൈപ്പർ, ഫ്രണ്ട് ആൻഡ് റിയർ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ്, ഫ്രണ്ട് ആൻഡ് റിയർ പവർ വിൻഡോസ് എന്നീ ഫീച്ചേഴ്സ് നിസാൻ ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ്. നിങ്ങൾ നിസാൻ മാഗ്നൈറ്റിൻ്റെ ഒരു ബേസ് വേരിയൻ്റ് ആണ് ചൂസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ എക്സ് സി വേരിയൻ്റ് എടുക്കണോ XL വേരിയൻ്റ് എടുക്കണോ എന്നുള്ളത് നമുക്ക് അടുത്ത വേരിയൻറ്റിൽ നോക്കാം. XL വേരിയൻറ്റ് മുതൽ ബാക്കി എല്ലാ വേരിയൻറ്റിലേക്കും 1 ലിറ്റർ ടർബോ പെട്രോൾ മാനുവൽ ആൻഡ് 1 ലിറ്റർ ടർബോ പെട്രോൾ CVT ട്രാൻസ്മിഷൻ്റെ ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. XCയിൽ നിന്നും XLലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 50,000 രൂപയുടെ ഡിഫറൻസ് ആണ് ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ XL നിന്നും XL ടർബോ മാനുവൽ പെട്രോളിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 1,30,000 രൂപയുടെ ഡിഫറൻസ് ആണ് ഉണ്ടാകുന്നത്. XC വേരിയൻറ്റിൽ നിന്നും XL വേരിയൻറ്റിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ട് വരുന്ന സേഫ്റ്റി ഫീച്ചേഴ്സാണ് റിമോട്ട് സെൻട്രൽ ലോക്കിംഗ്, സ്പീഡ് സെൻസിങ് ഓട്ടോ ഡോർ ലോക്ക്, ഇമ്പാക്ട് സെൻസിങ് ഓട്ടോ ഡോർ അൺലോക്ക്. ഈ വേരിയൻറ്റിൽ ഒരു ബേസിക് ഓഡിയോ സിസ്റ്റം വിത്ത് സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് വരുന്നുണ്ട്. കൂടാതെ ഓട്ടോമാറ്റിക് AC, അഡ്ജസ്റ്റബിൾ ആൻഡ് ഫോൾഡബിൾ ORVMs ഇതിൻ്റെ അഡീഷണൽ ഫങ്ഷണൽ ഫീച്ചേഴ്സാണ്. കൂടാതെ ഫുൾ വീൽ കവേഴ്സും പിയാനോ ബ്ലാക്ക് ORVMും ഈ വേരിയൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. XL വേരിയൻറ്റിന് തന്നെ ടെർബോ എഞ്ചിൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് അഡീഷണൽ സേഫ്റ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഐസോഫിക്സ്, വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെൻറ്റ്, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, ട്രാക്ഷൻ കൺട്രോൾ. കൂടാതെ ടെർബോ വേരിയൻറ്റിൽ റിയർ സീറ്റിൽ ആംറെസ്റ്റും 60-40 സ്പ്ലിറ്റ് സീറ്റിൻ്റെ ഓപ്ഷനും നൽകിയിട്ടുണ്ട്. XL ടെർബോ വേരിയൻറ്റിൽ CVT ട്രാൻസ്മിഷൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ അഡീഷണൽ ആയിട്ട് വരുന്ന ഫീച്ചേഴ്സാണ് ക്രോം ഡോർ ഹാൻഡിൽസ് വിത്ത് റിക്വസ്റ്റ് സെൻസർ, പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ്. നിങ്ങൾക്ക് ഈ ടേബിളിൽ കാണാൻ കഴിയുന്നത് നിസാൻ മാഗ്നൈറ്റ് XL വേരിയൻറ്റിൻ്റെ ടെർബോ മാനുവൽ ആൻഡ് ടെർബോ CVTയുടെ അഡീഷണൽ ഫീച്ചേഴ്സാണ്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ XCയിൽ നിന്നും XLലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 50,000 രൂപയുടെ ഡിഫറൻസാണ് ഉണ്ടാകുന്നത്. നിങ്ങളൊരു ബേസ് വേരിയൻറ്റ് തന്നെയാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ എന്തുകൊണ്ട് സജസ്റ്റ് ചെയ്യുക XL വേരിയൻറ്റ് ചൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. കാരണം ഈ 50,000 രൂപയ്ക്ക് കമ്പനി കൊടുത്തിരിക്കുന്ന ഫീച്ചേഴ്സ് ഈ പ്രൈസിനെ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ടെർബോ വേരിയൻ്റ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ, അതാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ XL എടുക്കണോ XV എടുക്കണോ എന്നുള്ളത് നമുക്ക് അടുത്ത വേരിയൻറ്റിൽ കാണാം. XL വേരിയൻറ്റിൽ നിന്നും XVയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 83,000 റുപ്പീസിൻ്റെ പ്രൈസ് ഡിഫറൻസ് ആണ് ഉണ്ടാകുന്നത്. അത് എല്ലാ പവർ ട്രെയിൻസിൻ്റെ കേസിലും സെയിം ആണ്. XL വേരിയൻറ്റിൽ നിന്നും XVയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ട് വരുന്ന സേഫ്റ്റി ഫീച്ചേഴ്സാണ് LED ഫോഗ് ലാംപ്സ്, റിയർ പാർക്കിംഗ് ക്യാമറ. മാഗ്നറ്റിൻ്റെ XV വേരിയൻറ്റിൽ 8-inch ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് വരുന്നത്. ഇതിൽ തന്നെ വയർലെസ്, ആപ്പിൾ കാർപ്ലേ ആൻഡ് ആൻഡ്രോയിഡ് ഓട്ടോ എന്നീ ഫീച്ചേഴ്സ് നൽകിയിട്ടുണ്ട്. XV വേരിയൻറ്റിൽ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ്, റിയർ ആംറെസ്റ്റ് വിത്ത് 60-40 സ്പ്ലിറ്റ് സീറ്റ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്നീ ഓപ്ഷൻസ് മാനുവൽ ആണെങ്കിലും CVTയിലാണെങ്കിലും കോമൺ ആയിട്ട് വരുന്ന ഫീച്ചേഴ്സാണ്. സ്റ്റൈൽ റിലേറ്റഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ വേരിയൻറ്റിൽ DRLഉം 16-inch അലോയ് വീൽസും വരുന്നുണ്ട്. കൂടാതെ തന്നെ TFT MID ആണ് വരുന്നത്. XL വേരിയൻറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ അഡീഷണൽ ഫീച്ചേഴ്സ് XV വേരിയൻറ്റിൽ വരുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഈ ടേബിളിൽ കാണാവുന്നതാണ്. നിങ്ങൾ 1 ലിറ്റർ നാച്ചുറൽ ആസ്പിറേറ്റഡ് എഞ്ചിൻ മതി എന്ന് പറയുന്ന കസ്റ്റമർ ആണെങ്കിൽ ഞാൻ ഒരിക്കലും XL നിന്ന് XVയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറയില്ല. 83,000 രൂപ ഇതിൻ്റെ ഫീച്ചേഴ്സിനെ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി ഈ 1 ലിറ്റർ നാച്ചുറൽ ആസ്പിറേറ്റഡ് എഞ്ചിൻ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അണ്ടർ പവേർഡായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങൾ ടെർബോ ആണ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് മാനുവൽ ആണെങ്കിലും CVT ആണെങ്കിലും ഞാൻ സ്ട്രോങ്ലി സജസ്റ്റ് ചെയ്യുക XV വേരിയൻ്റ് എടുക്കുക എന്നുള്ളതാണ്. XL ടെർബോയിൽ നിന്നും XV ടെർബോയിലേക്ക് വരുന്ന ആ പ്രൈസ് ഡിഫറൻസ് ശരിക്കും ഇതിൻ്റെ ഫീച്ചേഴ്സിനെയും ഇതിൻ്റെ സ്പെസിഫിക്കേഷനെയും ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ ഇതിനകത്ത് കുറച്ച് മസ്റ്റ് ഹാവ് ഫീച്ചേഴ്സ് അല്ലാണ്ട് കുറച്ച് മോഡേൺ ഡേ ഫീച്ചേഴ്സ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. XV വേരിയൻ്റെ കൂടെ നിസാൻ ഒരു ഓപ്ഷണൽ ടെക് പാക്ക് കൂടി ഓഫർ ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് ആംബിയൻറ്റ് ലൈറ്റ്, എയർ പ്യൂരിഫയർ, JBL സ്പീക്കേഴ്സ്, പാഡിൽ ലാംപ്സ് ആൻഡ് വയർലെസ് ചാർജർ എന്നിവ കൂടി സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ ഓപ്ഷണൽ ടെക് പാക്കിൻ്റെ പ്രൈസ് 39,000 റുപ്പീസാണ്. ഇത്രയധികം ഫീച്ചേഴ്സിന് വേണ്ടി 39,000 റുപ്പീസ് സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു റീസണബിൾ എമൗണ്ട് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ. ഇനി നമുക്ക് നിസാൻ മാഗ്നൈറ്റിൻ്റെ ടോപ്പ് വേരിയൻ്റായ XV പ്രീമിയത്തിൻ്റെ ഡീറ്റെയിൽസിൽ നോക്കാം. XV വേരിയൻറ്റിൽ നിന്നും XV പ്രീമിയത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 77,000 മുതൽ 87,000 വരെയുള്ള പ്രൈസ് ഡിഫറൻസാണ് ഉണ്ടാകുന്നത്. SV പ്രീമിയം വേരിയൻറ്റിൽ 3 അഡീഷണൽ സേഫ്റ്റി ഫീച്ചേഴ്സ് കൂടി ആഡ് ആകുന്നുണ്ട്. 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം,
LED പ്രൊജക്ടർ ഹെഡ് ലാംപ്സ്. ഈ ഫീച്ചേഴ്സിന് പുറമെ ഇതിൽ ക്രൂസ് കൺട്രോൾ, റിയർ വെൻറ്റ് AC, റിയർ പവർ ഔട്ട്ലെറ്റ്, ഫ്രണ്ട് ആംറെസ്റ്റ് എന്നീ ഫീച്ചേഴ്സ് കൂടി ആഡ് ആവുന്നുണ്ട്. ഇതുകൂടാതെ ഈ ടോപ്പ് വേരിയൻറ്റിൽ ലെതർ ആൻഡ് ഫാബ്രിക് സീറ്റ്സ്, LED ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് ലെതർ റാപ്പ് സ്റ്റിയറിംഗ് വീൽസ് കൂടി വരുന്നുണ്ട്. XV വേരിയൻറ്റിൽ നിന്നും XV പ്രീമിയം വേരിയൻറ്റിലേക്ക് വരുമ്പോൾ എന്തൊക്കെ അഡീഷണൽ ഫീച്ചേഴ്സാണ് വരുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഈ ടേബിൾ കാണാവുന്നതാണ്. ഈ ഫീച്ചേഴ്സിനെല്ലാം വേണ്ടിയിട്ട് XVയിൽ നിന്നും XV പ്രീമിയത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോഴുള്ള പ്രൈസ് ഡിഫറൻസ് ഇതിൻ്റെ ഫീച്ചേഴ്സിനെ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. അതായത് ഒരു സെൻസിബിൾ ആയിട്ടുള്ള പ്രൈസിംഗ് ആണെന്ന് വേണം പറയാനായിട്ട്. XV വേരിയൻറ്റ് പോലെ തന്നെ XV പ്രീമിയത്തിലും നിസാൻ ടെക് പാക്ക് ഓപ്ഷനായിട്ട് ഓഫർ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് എല്ലാ വേരിയൻറ്റിൻ്റെയും ഒന്ന് സമ്മറൈസ് ചെയ്ത് നോക്കാം, സോ ദാറ്റ് നിങ്ങൾക്കൊരു നല്ലൊരു ഡിസിഷൻ എടുക്കാൻ പറ്റും ഏത് വേരിയൻറ്റ് ചൂസ് ചെയ്യണമെന്നുള്ളൂ. 2021 പ്രൈസ് ഡിഫറൻസ് വെച്ച് അനലൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ 1 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുക XL വേരിയൻ്റ് ആയിരിക്കും. ഈ മോഡൽ കയ്യിൽ അത്യാവശ്യമുള്ള എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിയൊരു വേരിയൻ്റാണ് XL വേരിയൻറ്റ്. അതുകൊണ്ട് തന്നെ ഒരു 1 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ ചൂസ് ചെയ്യുന്ന ഒരാൾക്ക് ഏറ്റവും ഉചിതമായ ഒരു വേരിയൻ്റ് ആയിരിക്കും XL എന്ന് പറയുന്നത്. XV വേരിയൻ്റ് ഒരു വാല്യൂ ഫോർ മണിയാണെങ്കിൽ കൂടി ഞാൻ നിങ്ങൾ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ടെർബോ എഞ്ചിനൊപ്പം ഈ സെയിം വേരിയൻറ്റ് ചൂസ് ചെയ്യാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഓവറോൾ ഓണർഷിപ്പ് എക്സ്പീരിയൻസ് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. നിസാൻ മാഗ്നറ്റിൽ ടെർബോ എഞ്ചിൻ വരുന്ന 3 വേരിയൻ്റാണ് ഉള്ളത്: XL, XV ആൻഡ് XV പ്രീമിയം. ഇതിൽ XV ആണ് എൻ്റെ ടോപ്പ് റെക്കമെൻഡഡ് വേരിയൻറ്റ്. നിസാൻ ഈ വേരിയൻറ്റിൽ ഒരുവിധപ്പെട്ട എല്ലാ മോഡലിൻ്റെ ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു യൂസർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ സാറ്റിസ്ഫൈങ് ആയിരിക്കും. ഈ വേരിയൻറ്റിൽ മെയിനായിട്ട് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ്, ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വിത്ത് റിയർ ക്യാമറ, പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് ആൻഡ് കീലെസ് എൻട്രി. XVയിൽ നിന്നും XV പ്രീമിയത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ പ്രൈസ് ഡിഫറൻസ് XV പ്രീമിയത്തിൻ്റെ ഫീച്ചേഴ്സ് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി കൂടുതലും ഗുഡ് ടു ഹാവ് ഫീച്ചേഴ്സാണ്. അതായത് അത്യാവശ്യമുള്ള ഫീച്ചേഴ്സ് അല്ല എങ്കിൽ ഉണ്ടെങ്കിൽ ഒരു യൂസറിൻ്റെ എക്സ്പീരിയൻസ് ബെറ്റർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ എമൗണ്ട് സ്പെൻഡ് ചെയ്യണോ വേണ്ടെന്നുള്ളത് അതൊരു യൂസറിൻ്റെ ഡിസിഷനാണ്. ഇനി നമുക്ക് നിസാൻ മാഗ്നറ്റിൻ്റെ കളർ വേരിയൻസ് നോക്കാം. നിസാൻ മാഗ്നറ്റിൽ 4 മോണോട്ടോൺ കളർ ഓപ്ഷൻസ് ആണ് വരുന്നത്: സിൽവർ, വൈറ്റ്, ബ്രൗൺ ആൻഡ് ബ്ലാക്ക്. XV ആൻഡ് XV പ്രീമിയം വരുന്ന 4 ഡുവൽ ടോൺ ഓപ്ഷൻസ് കൂടി വരുന്നുണ്ട്: വൈറ്റ് റൂഫ് വിത്ത് ബ്ലൂ, ബ്ലാക്ക് റൂഫ് വിത്ത് പേൾ വൈറ്റ്, ബ്ലാക്ക് റൂഫ് വിത്ത് ഡീപ്പ് മെറൂൺ ആൻഡ് ബ്ലാക്ക് റൂഫ് വിത്ത് റെഡ്. അതുപോലെ തന്നെ XL വേരിയൻറ്റിൽ 3 കളർ ഓപ്ഷൻസ് ആണുള്ളത്: സിൽവർ, വൈറ്റ് ആൻഡ് ബ്രൗൺ. ഈ ടേബിളിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് നിസാൻ മാഗ്നറ്റിൻ്റെ എല്ലാ പവർ ട്രെയിൻസിലുള്ള വേരിയൻസിൻ്റെ അപ്രോക്സിമേറ്റ് ഓൺ റോഡ് പ്രൈസാണ്. ഇത് ഞാൻ കൊച്ചിയിലെ പ്രൈസാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. കൃത്യമായ ഒരു റേറ്റ് അല്ല, എങ്കിലും ഇതായിരിക്കും അപ്രോക്സിമേറ്റ് റേറ്റ് ആയിട്ട് വരുന്നത് ആസ് പെർ മൈ ഡേറ്റ. നിസാൻ മാഗ്നറ്റിൻ്റെ വണ്ടി അനാലിസിസ് വീഡിയോ നിങ്ങൾ ഏത് വേരിയൻറ്റ് സെലക്ട് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ സഹായിച്ചെന്ന് കരുതുന്നു. ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആരെങ്കിലും നിസാൻ മാഗ്നറ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഉടനെ തന്നെ അടുത്തൊരു വീഡിയോയുമായി വരാം. അതുവരെയും ബൈ.